again. വെൽക്കം ബാക്ക് ടു മല്ലു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളതെന്ന് പറയുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുന്ന കണക്ക് തന്നെ ഇതും ട്രാവൽ വ്ളോഗിനെ സഹായിക്കുന്ന ഒരു ചെറിയ എക്യുപ്മെൻ്റാണ്. എക്യുപ്മെൻ്റ് എന്നല്ല, ഒരു ചെറിയൊരു ഗാഡ്ജറ്റാണ്. നിങ്ങൾക്ക് എവിടെ പോയാലും കൊണ്ടു നടക്കാൻ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഗാഡ്ജറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോഴായാലും കറണ്ട് പോകുമ്പോഴായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ പ്രോഡക്റ്റാണ്. നമുക്ക് അതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഗൈസ് മേടിച്ചത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഗൈസ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത് കണക്ക് JBL Clip 3 എന്ന് പറയുന്ന ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്നും കൂടി അൺബോക്സ് ചെയ്യാം. നമുക്ക് സ്പീക്കർ അതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ അടിയിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്പീക്കർ കാണാം, അതോടൊപ്പം തന്നെ യൂസർ മാനുവൽ, അതോടൊപ്പം തന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജിങ് കേബിളും കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പീക്കർ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് സ്പീക്കർ എടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു മൈനസ് ബട്ടൺ, പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു പോസ് ബട്ടണിൽ ലഭിക്കുന്നതാണ്. പോസ് ബട്ടണിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയുന്നത്, നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനും ഉപയോഗിക്കാം, മ്യൂസിക് ഫോർവേഡ് ചെയ്യാം, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, പിന്നെ പ്ലേ ആൻഡ് പോസ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. മൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൾ എടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൈഡിൽ ഇതുപോലെ സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചാർജിങ് പോർട്ടും അതോടൊപ്പം തന്നെ ഒരു 3.5mm ആഡിയോ ജാക്കും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസ് എങ്ങനെയാണ് ബ്ലൂടൂത്ത് വഴി നമ്മളെ ഫോണിൽ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്പീക്കർ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലായിട്ട് 2 സ്വിച്ച് കാണാൻ സാധിക്കും. ഒന്ന് പവർ ബട്ടനും ഒന്ന് ബ്ലൂടൂത്തും. അതിൽ പവർ ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്ലോ ആയിട്ടൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഡിവൈസ് ഓൺ ആയിട്ടിട്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ബ്ലൂടൂത്തിൻ്റെ ആ ഒരു ബട്ടണിൽ ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡായിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിൻ്റെ അർത്ഥം ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിത് ഫോൺ എടുത്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കണം. ബ്ലൂടൂത്ത് ഓൺ ആക്കുന്ന സമയത്ത് നമ്മളെ JBL Clip 3 ഏറ്റവും താഴെ അതിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കും. അതൊരു ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെയർ ഓപ്ഷൻ കാണിക്കും. നമ്മൾ പെയർ കൊടുക്കണം. നമ്മളെ ഫോൺ കണക്റ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സ്പീക്കറിൻ്റെ ചാർജ് എത്രയാണെന്ന് നമ്മളെ ഫോണിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓൺ ആക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സ്പീക്കർ എടുക്കുന്ന സമയത്ത് ഇതുപോലെ പോസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മളിതിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓൺ ആക്കേണ്ടത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ സ്പീക്കറിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് NCSൻ്റെ ഒരു ബാസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ക്വാളിറ്റി എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്പീക്കറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പ് ലോക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. JBL അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ക്ലിപ്പ് ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിതുപോലെ പുഷ് ആയിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഒരു പെൻ എടുക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു സർഫസിൽ ഇതുപോലെ ഹാങ് ചെയ്തിടാൻ സാധിക്കും. ഒരു കുഴപ്പമില്ലാതെ അതിൽ കിടന്നോളും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാൻറ്റിലായാലും ഇതുപോലെ പുഷ് ചെയ്തിട്ട് നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൽ ഇതുപോലെ ഒരു കുഴപ്പമില്ലാതെ കിടക്കും. നമ്മൾ പൊട്ടിപ്പോകുന്നുള്ള ഭയം വേണ്ട, ഒരു കുഴപ്പമില്ലാതെ അതും കിടക്കും. അതുപോലെ തന്നെ നമുക്ക് ബൈക്കിലായാലും നമ്മൾ ഇതുപോലെ കയ്യിൽ കൊണ്ട് നടക്കാനായാലും അതുപോലെ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കൊണ്ടു നടക്കാനും ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം ഈ പ്രോഡക്റ്റിൻ്റെ സ്പെക്കുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ചാർജ് എത്ര മണിക്കൂർ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ചാർജ് കമ്പനി അവകാശം 10 മണിക്കൂറാണ്. എനിക്ക് പക്കയായിട്ട് 10 മണിക്കൂറിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് എത്ര മണിക്കൂർ ചാർജിന് വെച്ചാലാണ് നമുക്ക് 10 മണിക്കൂർ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 3 മണിക്കൂറാണ് കമ്പനി ഇത് ചാർജിന് വെക്കാൻ പറയുന്നത്. 3 മണിക്കൂർ വെക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 10 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. അടുത്ത സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫാണ്. 100% വാട്ടർ പ്രൂഫാണ്. അതായത് നമുക്ക് IPX x7 വാട്ടർ പ്രൂഫാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഏകദേശം 2699 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ, അതായത് ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ ഏകദേശം മുമ്പ് ഇത് തിരക്കിയപ്പോഴത്തേക്ക് 4500 റേറ്റ് വന്നത്. അപ്പോൾ എനിക്ക് അന്നൊന്നും ഇത് മേടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരുപാട് നാളായിട്ട് ഈ സാധനം മേടിക്കാനായിട്ട് നടക്കുകയാണ്. ഇതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ക്ലിപ്പ് 4 ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അത് മേടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെയിം പ്രൈസാണ് 4500. അപ്പോൾ ഇതിന് റേറ്റ് ഇത് സ്വാഭാവികമായിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് കുറയും. അപ്പോൾ ഇത് ഏകദേശം 2600-700 ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത്. ഒരുപാട് നാളായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയായിട്ടുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. ഞാൻ ഒരുപാട് നാൾ വെച്ചിന് നോക്കി. ഞാൻ അൺബോക്സ് ചെയ്തതിന് ശേഷം 2 ആഴ്ചയോളം ലാഗ് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്കിതൊന്ന് എല്ലാം ഒന്ന് സ്റ്റഡി ചെയ്യാനുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ സ്പീക്കർ മേടിച്ചപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടായിരിക്കാം, ഞാൻ എന്തുകൊണ്ടാണ് JBLൻ്റെ ഇത്രയും സ്പീക്കേഴ്സ് കിടന്നിട്ട് ഇത് വാങ്ങിച്ചതെന്ന്. ഓഫ് കോഴ്സ് പോർട്ടബിലിറ്റി തന്നെയാണ്. കാരണം നമുക്ക് ഈസി ടു യൂസ്, എവിടെ വേണോ കൊണ്ട് നടക്കാം. പിന്നെ അതുപോലെ തന്നെ ലെസ് വെയിറ്റ് ആണ്, അപാര സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്താണ്. എൻ്റെ ബേസൊക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ബിൽറ്റ് ക്വാളിറ്റി അപാരം. JBLൻ്റെ പ്രോഡക്റ്റ് ഞാൻ മുമ്പ് ഒരു സ്പീക്കർ, ഒരു ഹെഡ്ഫോണിൻ്റെ ഇത് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അത് ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ വീണായിരുന്നു. എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ JBLൻ്റെ ആ ഒരു ഹെഡ്ഫോണും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഈ പ്രോഡക്റ്റ്. ഇത് ഞാൻ ഇനി ഒരുപാട് നാൾ ഉപയോഗിച്ച് നോക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ട്രാവൽ വ്ളോഗ് ആയിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്നത്. അതായത് ഞാൻ കുറച്ച് നാളായി ട്രാവൽ വ്ളോഗ് ചെയ്തിട്ട് അറിയാമല്ലോ, കൊറോണയാണ്. പറ്റുമെങ്കിൽ ഞാൻ അടുത്തതൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ. ഓക്കെ, ട്രാവൽ വ്ളോഗിന് സഹായിക്കുന്ന അൺബോക്സിങ് മാത്രമല്ല, വേറെ പ്രോഡക്റ്റ്സും ഞാൻ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.